ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷുവായിട്ട് എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വക വിഷു ആശംസകൾ പറയുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കൊച്ചൊരു വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രയോജനപ്രദമാകുന്ന വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. കാരണം കുറച്ച് പേർക്കെങ്കിലും ഇത് കേട്ട് എന്തെങ്കിലും ഒരു ബോധം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, തുടർന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകാം. നമ്മളിപ്പം പൊതുവേ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇപ്പം പൊതുവേ പണ്ടൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു പെണ്ണും ചെറുക്കനും തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നത് അതത്ര വലിയ തെറ്റാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതത്ര വലിയ തെറ്റൊന്നുമല്ല. സ്നേഹിച്ച് കല്യാണം കഴിച്ച് അവർക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ അവർ കല്യാണം കഴിക്കുന്നത്. അത്ര വലിയ തെറ്റാണെന്ന് ആരും പറയത്തില്ല, ഞാനും പറയത്തില്ല കേട്ടോ. സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. ഞാനും സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ്. 4 വർഷം സ്നേഹിച്ചിട്ട് അവരുടെ വീട്ടിൽ വന്ന് ആലോചിച്ച് വീട്ടുകാർക്ക് സമ്മതിച്ച് 2 കൂട്ടരും കൂടെ ചേർന്ന് വിവാഹം നടത്തി തന്ന് അങ്ങനെ വിവാഹം കഴിഞ്ഞാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ സ്നേഹിച്ചുള്ള വിവാഹം മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും ഞങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടിയുള്ള ജീവിതമാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നത് മോശമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ വിവാഹം കഴിച്ച ഒരു പെണ്ണും ചെറുക്കനും തമ്മിൽ സ്നേഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരു പുരുഷനെയും ഒരു പെണ്ണിനെയും തേടി പോകുന്നത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. അത് എത്ര പേര് യോജിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് എനിക്കറിയത്തില്ല. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും യോജിക്കുന്നവരുണ്ടാകാം, യോജിക്കാത്തവരുണ്ടാകാം. അതൊക്കെ ഓരോരുത്തരുടെയും മൈൻഡ് അനുസരിച്ചല്ലേ. പക്ഷേന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് അതൊന്നുമല്ല. ഇപ്പം ഒരു കല്യാണം കഴിച്ച ഒരു സ്ത്രീയും ഒരു പുരുഷനും പിന്നെ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് പിന്നെ കല്യാണം കഴിച്ച് മക്കളുണ്ട്. പുരുഷനായാലും ഒന്നെങ്കിൽ ചിലപ്പം പുരുഷൻ കല്യാണം കഴിക്കാത്തയാകാം. പക്ഷേ എന്തായാലും കല്യാണം കഴിച്ച് മക്കളും ഒക്കെ ഉള്ളവർ മറ്റൊരു റിലേഷനിലോട്ട് പോകുന്നതിന് മെയിനായിട്ടും കാരണം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഞാനാണെങ്കിൽ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്താണ് അങ്ങനെയൊക്കെ പോകുന്നത് എന്താ? അപ്പം പുള്ളിയുടെ ബന്ധത്തിലുള്ള ഒരാൾ അങ്ങനെ പോയി, അപ്പോൾ അവരെന്താണ് ഇങ്ങനെ പോയി എന്നൊക്കെ ചോദിച്ചപ്പം പറഞ്ഞ് അത് ഭർത്താവ് ഭയങ്കര പിന്നെ കുടിയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഭർത്താവിൽ നിന്നും കിട്ടാത്ത സ്നേഹവും പിന്നെ ഒരു കരുതലും ഒക്കെ മറ്റൊരാളിൽ നിന്നും കിട്ടിയത് കൊണ്ടാവാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നമുക്കതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് അതൊന്നും പറ്റത്തില്ലല്ലേ. ഭർത്താവിൽ നിന്നും കിട്ടാത്ത സ്നേഹം എന്ന് പറയുമ്പോൾ ഭർത്താവ് ഇനി എത്ര ഇതാണെന്ന് പറഞ്ഞാലും നമ്മൾ സ്നേഹം കൊടുത്താൽ നമ്മളെ സ്നേഹിക്കും ഭർത്താവ്. അത് വേറെ കാര്യം. ഭർത്താവിന് വലിയ ചീത്ത സ്വഭാവങ്ങളോ കാര്യങ്ങളോ ഇല്ലെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ച് നടക്കാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഏതൊരാണോ ഇനി നമ്മളെ സ്നേഹിക്കും, നമ്മൾ തിരിച്ച് സ്നേഹമൊക്കെ കൊടുത്താൽ അവർ നമ്മളെ സ്നേഹിക്കും. പക്ഷേ മറ്റൊരു പുരുഷനെ തേടി പോകുന്നതെന്ന് വെച്ചാൽ അത് ഒരിക്കലും പിന്നെ അതും സ്വന്തം മക്കളെയും അവരുടെ നമ്മുടെ അച്ഛനെയും അമ്മയും ആയാലും നമ്മൾ 10 മാസം നൊന്ത് പ്രസവിച്ച് നമ്മുടെ മക്കളെന്നൊക്കെ എല്ലാവരും എപ്പോഴും പറയല്ലോ. പക്ഷേ അതാണ് ഏറ്റവും വലിയ പേറ്റുനോവ് എന്നൊക്കെ പറയുന്നത് സത്യമാണ് കേട്ടോ. പ്രസവമായാലും സിസേറിയനായാലും എല്ലാം ഏറ്റവും വലിയ വേദന തന്നെ. നമ്മൾ അത്രയും വളർത്തിയെടുക്കുന്ന നമ്മുടെ സ്വന്തം മക്കളെയൊക്കെ ഇട്ടിട്ട് മറ്റൊരുത്തിൻ്റെ കൂടെയൊക്കെ പോകുന്നതും, അതുപോലെ തന്നെ സ്വന്തം ഭാര്യയും മക്കളെ ഇട്ടിട്ടായാലും കല്യാണം കഴിച്ചാലും അല്ലെങ്കിൽ മറ്റൊരു പുരുഷനും ഭാര്യയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവരെ സ്നേഹിക്കുന്നതൊക്കെ ഏറ്റവും വലിയ തെറ്റായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിന് എത്ര ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതലും തെറ്റായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതിലിനി എത്ര പരിഗണന മറ്റുള്ളവർ എടുത്തെന്നും പറഞ്ഞാലും സുഖമായിട്ട് ജീവിക്കുന്നെന്ന് പറഞ്ഞാലും ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് ഒരിക്കലും ഒരു തീരെ ശാപമായിട്ടേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ചിലത് മാത്രമേ സക്സസ് ആകത്തുള്ളൂ. മാക്സിമം പകുതി ആകുമ്പോഴത്തേക്കും അവർ ജീവിതം എടുത്ത് നമ്മളെ താലി കെട്ടിയ നമ്മുടെ ഭർത്താവ് മാത്രമേ നമ്മളെ എന്നും നോക്കാൻ കാണത്തുള്ളൂ. പിന്നെ നമ്മുടെ മക്കളെ നമ്മളല്ലാതെ കണ്ട് ഇങ്ങനെ ആർക്കോ വേണ്ടി നമ്മൾ എറിഞ്ഞിട്ടിട്ട് മറ്റൊരു സുഖത്തിന് വേണ്ടി തേടി
പോകുന്നത് എന്തിനാണെന്ന് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ നമ്മൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരാ നമ്മുടെ മക്കളെ നോക്കുന്നത്? പിന്നെ എന്തിനാ മക്കളെ പ്രസവിച്ച് വളർത്തുന്നത്? ആദ്യം തന്നെ എന്നാൽ വിവാഹം വേണ്ടാന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഭർത്താവിൽ നിന്നും കിട്ടാത്ത എന്ത് കാര്യമാണ് മറ്റൊരാണിൽ നിന്നും കിട്ടുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം പിന്നെ എല്ലാവരും പറയും സ്നേഹം കൊടുക്കുന്നുണ്ട്, കരുതൽ കൊടുക്കുന്നുണ്ട്, പണം ഉണ്ടാക്കുന്നുണ്ടെന്ന്. നമ്മൾ പെണ്ണായിരുന്നുണ്ടെങ്കിൽ അഥവാ തെറ്റ് വഴി നമ്മുടെ ഭർത്താവ് പോയാലും അത് തെറ്റ് തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നമ്മുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അതല്ലേ നല്ലത്. എന്തിനെങ്കിലും നമ്മുടെ മക്കളുടെ ജീവിതവും കളഞ്ഞ് നമ്മുടെ വീട്ടുകാരെയും പറയിപ്പിച്ച് മറ്റൊരു എടുത്ത് തേടി പോകേണ്ട കാര്യം ഒരിക്കലില്ല. ഇനിയെങ്കിലുള്ള പെൺപിള്ളേർ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒറ്റയ്ക്ക് ജീവിച്ചാലും നമ്മുടെ എന്താ പറയുക, ഭർത്താവിൻ്റെ മക്കളുടെയും കൂടെ ജീവിക്കുക. അതല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരിക്കലും ഒരു തീരെ ശാപമായിട്ട് തലയിൽ കയറ്റി വെക്കരുത് നിങ്ങളുടെ മക്കളുടെ ശാപം. കാരണം ഭർത്താവിനെ വേണ്ടാതെ കണ്ട ആണുങ്ങളുടെ കൂടെ പോകുന്നില്ലെങ്കിൽ ആണുങ്ങൾ പിന്നെ ഭാര്യമാരെ വേണ്ടാതെ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ പോകുന്ന അതെല്ലാം കേൾക്കുന്നതാണ്. പക്ഷേ ഈ പോകുന്നവർ ഒരു കാര്യം ചിന്തിക്കുന്നില്ല, സ്വന്തം മക്കളുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല കേട്ടോ. ഇപ്പം മക്കളെയും കൂടിയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്നൊരു ന്യായം അവർ പറഞ്ഞാലുണ്ടല്ലോ, ഈ സ്വന്തം തന്തയോ തള്ളയോ നോക്കുന്നത് പോലെ അവരൊക്കെ നോക്കുമോ? മറ്റുള്ളവർ നോക്കുമോ? ഒരിക്കലും നോക്കത്തില്ല. ഏറിയ 1-2 മാസം അവരുടെ ആ ഒരു പുതുമോടി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും ചവിട്ടുകൊട്ട പോലെ ആയിരിക്കും നമ്മളെ കാണുന്നത്. അത് ഇനിയെങ്കിലും ഉള്ള പെണ്ണുങ്ങൾ അത് മനസ്സിലാക്കി ജീവിക്കണം. എപ്പോഴായാലും നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളെന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന തള്ളന്മാരൊക്കെ. എനിക്കിതൊക്കെ വിഷമമുള്ള കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ ഭയങ്കര തീരാദുഃഖവും വിഷമവും നമുക്ക് വരുന്നത് കൊണ്ട് ഇങ്ങനൊരു വീഡിയോസ് ഞാൻ ഇട്ടത്. ഇതിന് നമ്മുടെ ഇടയിൽ ചെറിയൊരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോസ് ഇട്ടത് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള തന്നെ ഒരു വിഷമം വന്നതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോസ് ഇടുന്നത്. ഒരിക്കലും മക്കളെ നമ്മൾ ഇട്ടിട്ട് പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജന്മം കൊടുത്ത നമ്മുടെ മക്കളെ നമുക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കായിരിക്കും നമ്മുടെ മക്കളെ നോക്കാൻ പറ്റുക? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ മക്കളെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവിനെയും എന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്രയും വിഷമം തോന്നുന്നത്. പിന്നെ നിങ്ങളൊക്കെ ഇനി പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കമൻറ്റ് ചെയ്യും, ഞാനതിന് റിപ്ലൈ തരാം ഞാൻ ബാധ്യസ്ഥയാണ്. റിപ്ലൈ തരാം. കാരണം ഇത് എത്ര പേര് അനുകൂലിക്കുന്നുണ്ട് പ്രതികൂലിക്കുന്നുണ്ടെന്ന് ഒന്നും എനിക്കറിയത്തില്ല. ഇനിയെങ്കിലും ഉള്ള ആൾക്കാരൊന്ന് ചിന്തിക്കുക. അവരുടെ കാര്യം കഴിയുമ്പോൾ അവർ പൊടിയും തട്ടി പോത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് നഷ്ടമാവുന്നത് നിങ്ങളുടെ ജീവിതം മാത്രമായിരിക്കും. ജീവിതം മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരും പിന്നെ നിങ്ങളുടെ വീട്ടുകാർക്കുണ്ടാക്കുന്ന നാണക്കേടും. അതൊന്നും 7 തലമുറ കഴിഞ്ഞാലും നാണക്കേടിൽ നിന്നും അതുങ്ങൾക്ക് തല നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം മറ്റുള്ള എന്തെങ്കിലും മോശം പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ പെണ്ണുങ്ങളുടെ ജീവിതം തട്ടിത്തെറിപ്പിക്കരുത്. ഒരാണുങ്ങളുടെ കയ്യിലും കൊടുത്ത് തട്ടിത്തെറിപ്പിക്കരുത് നമ്മുടെ ജീവിതം. അത് നമ്മുടെ കൈ സുരക്ഷിതമായിരിക്കണം. അതിന് നിങ്ങൾ പെണ്ണുങ്ങൾ ഒന്ന് ഇങ്ങനെയൊക്കെ പോകുന്നവരൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പം ഞാൻ എല്ലാവരെയും പറയത്തില്ല, ഒരിക്കലും ഞാൻ എല്ലാവരെയും പറയത്തില്ല. ഒരുപാട് അമ്മമാരും അച്ഛന്മാരും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് മക്കളെ നോക്കി അവരേന്നും പറഞ്ഞിട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ അതിനകത്ത് അവരെ പറയിപ്പിക്കാനായിട്ട് കുറേ പേരുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പറയിപ്പിക്കാനുള്ളവരെ മാത്രമേ ഞാനിത് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇനിയെങ്കിലും നിങ്ങളതൊന്ന് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക.